ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ ഏറ്റക്കുറച്ചിലുള്ള തോത് കുറച്ചധികമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ചെറുകിട നിക്ഷേപകരും നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ സജീവമായി ഇടപെടുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ 3-4 ദിവസമായി നിക്ഷേപ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ ഇന്നലെ നേരിയ തോതിലാണെങ്കിൽ കൂടി ഇന്നലെ അവർ അറ്റ വിൽപ്പനയിലായിരുന്നു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ മികച്ച തോതിൽ തന്നെ വിപണിയിൽ നിക്ഷേപം നടത്തുന്നത് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സാങ്കേതികമായി 25,000 എന്ന നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്നില്ല എന്ന് മാത്രമാണ്. 25,000 ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണിക്ക് മുന്നോട്ട് നീങ്ങാനുള്ള, തുടർച്ചയായി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. മറിച്ചാണെങ്കിൽ 24,500 എന്നുള്ള നിലവാരം അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ഒരു രണ്ട് നിലവാരത്തിന് ഇടയിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ നിക്ഷേപം തുടരുന്നത്. ഇന്ന് റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗത്തിന് ശേഷമുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കും. കഴിഞ്ഞ 2 ദിവസങ്ങളായി റിസർവ് ബാങ്കിന്റെ യോഗം നടക്കുകയാണ്. ഇന്ന് അതിന്റെ തീരുമാനം പുറത്തുവരും. അത് വിപണിയെ സ്വാധീനിക്കുകയും ചെയ്യും. അത് കണ്ടുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയിൽ ഇന്നലെ ഒരു നിക്ഷേപ താല്പര്യം കാണുകയും ചെയ്തിരുന്നു. നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ എന്തായാലും 0.5% നിരക്ക് കുറച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 0.5% നിരക്ക് കുറയ്ക്കുക എന്നുള്ള വിപണി പ്രതീക്ഷിച്ചത് തന്നെയാണ്. എന്നാൽ അതിൽ കൂടുതൽ ഒരു നിരക്ക് കുറയ്ക്കലുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിക്ക് നല്ല രീതിയിൽ ഒരു പ്രചോദനമാവുകയും ചെയ്യും. ആഗോള സാഹചര്യങ്ങളും തൃപ്തികരം തന്നെയാണ്. ഇന്നലെ US വിപണികളിലെല്ലാം നേട്ടമായിരുന്നു. യൂറോപ്പ് വിപണികളിലും നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ ഇന്നും ഇവിടെ നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഴ്ചയിൽ അവസാന ദിവസമായതുകൊണ്ട് അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകളും വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ വിപണിയിൽ ഇപ്പോൾ പതിവാണ്. അത് ഇന്നും ആ ഏറ്റക്കുറച്ചിൽ തുടരുകയും ചെയ്യും. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക.